മാം, എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഞാൻ ചാലക്കുടി ആളൂര് ഭാഗത്തു നിന്ന് വരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് എന്താണ് ഇങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടും എക്സ്പ്ലോർ ചെയ്യാനായിട്ടും താല്പര്യമുള്ള ഒരു കുട്ടിയാണ്. പിന്നെ ആ ഒരു ഇതുകൊണ്ടാണ്, എയിം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കോഴ്സസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തെങ്കിൽ പോലും എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കണം എന്നുണ്ടായിരുന്നു. അതിൻ്റെ ഏകദേശം ഒരു ബേസിക്കും അതിന് കൂടുതലും പഠിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അത് കമ്പ്യൂട്ടറിനോടൊപ്പം തന്നെ കോമേഴ്സ് ഫീൽഡിലേക്ക് എടുത്താൽ കൊള്ളാമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ബികോമിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് കോമേഴ്സ് എന്താണ്, എങ്ങനെയാണ് ഈ മാത്സും ഈ ഇതൊക്കെ വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി. അതിൽ കൂടെയാണ് എൻ്റെ ലൈഫ് സേവർ എന്ന് പറയാൻ എനിക്ക് പറ്റുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ എനിക്ക് ഈ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ എനിക്കുള്ള ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ, ഞാൻ ഒഴിവ് സമയങ്ങളിൽ എനിക്ക് പാട്ട് പാടാനും, അതുപോലെ തന്നെ പാട്ട് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണ പാട്ട് ഒന്നും കൂടെ ഒരു ഇതായിട്ട് ഒരുമിച്ച് പാടുക എന്നുള്ളതാണ് കൂടുതലും എനിക്കിഷ്ടം. പിന്നെ അതുപോലെ തന്നെ ബുക്ക് വായിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ, ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ ഡിഗ്രി വരെയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതായത് ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് എൻ്റെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ കൂടെ തന്നെ ഇഗ്നോ വഴി ഞാൻ MBA എടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ. അതെനിക്കൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഒരു ട്രെയിനി ആയിട്ട് കയറാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിൽ ഞാൻ പ്രൗഡാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ PG എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ, ഈ ഡിഗ്രി കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിലൊന്നും ആവില്ല എനിക്കറിയാം. എന്നാൽ പോലും ഡിഗ്രിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ എനിക്കൊന്നും കൂടെ, ഇപ്പം നേരത്തെ പറയുന്നത് പോലെ തന്നെ, എനിക്കൊന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യണം എന്താണ് എക്കണോമിക്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അതായത് HR ആണ് കൂടുതലെടുക്കുന്നത്. അപ്പം അവിടുത്തെ കാര്യങ്ങൾ HR ആയിട്ട് എന്തൊക്കെ ചെയ്യാം, അതും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു PG ഇതിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ലേൺ വൈസിന്റെ ഒരു ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്താ പറയാ, ഒരു നല്ലൊരു മെന്ററിനെ കിട്ടി. ആ മെന്ററിനോട് എന്ത് ചോദിച്ചാലും ഉള്ളൊരു സപ്പോർട്ടിങ് മെന്റാലിറ്റി ഉണ്ട്. പിന്നെ എന്ത് ഡൗട്ട് വന്നാലും ഇപ്പം നമുക്ക് ഗൈഡായിട്ടൊരു കാര്യങ്ങളുണ്ട്. അല്ലാതെ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ തന്നെ നിമിഷം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ വേഗം എടുക്കുകയും അറ്റൻഡ് ചെയ്യുകയും മാം അതിൻ്റെ രീതിയിൽ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്. ഒരു ആൾ കൂടെ സപ്പോർട്ടിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാണ്ട് പഠിപ്പിൻ്റെ കാര്യമായാലും സ്റ്റഡീസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പോലും നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാനായിട്ടൊരു സഹായിയായിട്ടൊരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇനി എൻ്റെ കരിയർ ലൈഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്താണ് ഇതേപോലെ തന്നെ മുന്നോട്ടും നല്ല രീതിയിൽ, ഇപ്പം ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ അല്ലെങ്കിൽ ഏത് ബാങ്കിലേക്ക് എനിക്കിപ്പോൾ ട്രെയിൻ ആയിട്ട് കിട്ടിയാണ്. ഇനിയൊരു ലോങ്ങർ ലൈഫിലേക്ക് വരുമ്പോൾ ഒരു ബാങ്കിങ് ലൈഫിലാണ് എനിക്ക് താല്പര്യം എങ്കിൽ പോലും ആ ഒരു ബാങ്കിങ് എല്ലാം നിൽക്കുമ്പോൾ അവിടുത്തെ എല്ലാ ടീമുമായിട്ട് വർക്ക് ചെയ്യാനായിട്ടും അവിടുത്തെ ആ ഒരു ഇൻഡസ്ട്രി നന്നായിട്ട് ഡെവലപ്പ് ആവാനായിട്ടും കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല രീതിയിൽ പെരുമാറാനായിട്ടും എങ്ങനെയായാലും നല്ല രീതിയിലാവണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. പിന്നെ അത് മാത്രം പോരാ, നല്ലൊരു ക്യാരക്ടറോട് കൂടെ നല്ല ഒരു ലൈഫ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.